കീമിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അതായത് നോർമലൈസ്ഡ് എൻട്രൻസിൻ്റെ നോർമലൈസ്ഡ് മാർക്ക് പ്രസിദ്ധീകരിച്ചിരുന്നു. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ റിസൾട്ട് മെനു ആയിട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് പരിശോധിക്കാവുന്നതാണ്. ഇങ്ങനെ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അതായത് പലരും ഒരേപോലെ ഉത്തരം എഴുതിയിരുന്നാൽ കൂടിയും പല സെക്ഷനുകളിലായിട്ട് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് വെവ്വേറെ മാർക്കുകളായിരിക്കും ലഭിച്ചിരിക്കുക. അതിനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം നമ്മളെ നോർമലൈസേഷൻ. അത് നോർമലൈസേഷനോടൊപ്പം തന്നെ ഈ കുറേ ക്വസ്റ്റ്യൻസ് പല സെക്ഷനുകളിലും പല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം അനുസരിച്ചും നിങ്ങളുടെ മാർക്കിന് വേരിയേഷൻ വരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ പല സെക്ഷനുകളിലായിട്ട് നടത്തിയിരുന്നത്, അതായത് ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ ആയിരുന്നു 5/6/2024 നടത്തിയിരുന്നത്. അതിലെ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു. ഫിസിക്സിൻ്റെ പാർട്ടിൽ നിന്ന്, ഫിസിക്സിൻ്റെ സെക്ഷനിൽ നിന്ന് അവർ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മാർക്ക് സ്കോർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? അതിൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ക്വസ്റ്റ്യൻ, അതായത് മൊത്തം 45 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തപ്പോൾ ബാക്കി 44 ക്വസ്റ്റ്യൻ ആണ് ബാക്കി വന്നത്. ഈ ഒരു 44 ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കിനെ ഇവർ 45/44 കൊണ്ട് ഗുണിക്കുന്നു. അങ്ങനെ കിട്ടുന്ന ഉത്തരമായിരിക്കും, അങ്ങനെ കിട്ടുന്ന സ്കോറായിരിക്കും നിങ്ങളുടെ ഫിസിക്സിൻ്റെ സ്കോർ. ഇനി കൂടുതൽ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 4 ഡെസിമൽ പ്ലേസസ് ആണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതായത് ഉദാഹരണത്തിന് നിങ്ങൾ 44 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതി, 47 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതിയതിന് ശേഷം കുറച്ച് സ്കോർ നിങ്ങൾക്ക് ലഭിച്ചു. ആ ഒരു സ്കോറിനെ നിങ്ങൾ 45/44 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഗുണിച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ചിലപ്പോൾ 100.12345 എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ കൂടിയും അവരെടുക്കുന്നത്, ഇവർ സ്കോറിനായിട്ട് പരിഗണിക്കുന്നത് 100.1234 ആണ്. ആദ്യത്തെ 4 സ്ഥാനമാണ്. ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രിയുടെ സെക്ഷനിൽ, ഫസ്റ്റ് സെക്ഷൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉണ്ട്. അതിൽ ഫിസിക്സ് സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരുന്നു. കെമിസ്ട്രി സെക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരുന്നു. കെമിസ്ട്രി ടോട്ടൽ 30 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് പറയുന്നത് ആദ്യത്തെ ആ ഒരു 29 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്തത് ഗുണം 30/29 ചെയ്തു. അപ്പോൾ ഒരു സ്കോർ കിട്ടി. ആ ഒരു സ്കോറാണ് അവിടെ എടുത്തിട്ടുള്ളത്. ഇതേ രീതിക്ക് തന്നെ മാത്തമാറ്റിക്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെയും ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ചെയ്ത സമയത്ത് മാത്തമാറ്റിക്സിന് മൊത്തം 75 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തപ്പോൾ ബാക്കി 74 ക്വസ്റ്റ്യൻ. ഈ ഒരു 74 ക്വസ്റ്റ്യനിൽ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്തത് അതേ ഗുണം 75/74 മൾട്ടിപ്പിൾ ചെയ്തു. ആ ഒരു സ്കോറാണ് ഇവിടെ പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോ സെക്ഷനിലും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ആൻസർ കീയിലും കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇതിലും കാണാനായിട്ട് സാധിക്കും. ഞാനിത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സ്കോർ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഇങ്ങനെ കിട്ടുന്ന സ്കോറുകൾ തമ്മിൽ അവർ കൂട്ടുന്നു. അങ്ങനെ കൂട്ടിയതിന് ശേഷം അതിനെ നോർമലൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഈ ഒരു നോർമലൈസ്ഡ് സ്കോർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇനി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ മാർക്കും, അതായത് ഫൈനൽ ഇയർ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ്, അതുപോലെ തന്നെ എൻട്രൻസിന് സ്കോർ ചെയ്ത മാർക്കിന് തുല്യ പ്രാധാന്യം നൽകിയിട്ടായിരിക്കും ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരു വീഡിയോയിലൊക്കെ പറയാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. തുടർന്നും വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.